ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ ആർക്കും വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കൂടുതൽ സമയമൊന്നും വേണ്ട. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന, അതേസമയം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഡബിൾ രുചിയിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പ്ലസ് 1/4 കപ്പ്, അതായത് 3/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് ഉരുക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പഞ്ചസാര കട്ട പിടിച്ച് പോകുന്നു എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റായി തുടങ്ങുന്ന ഒരു സമയമായാൽ നമുക്ക് പതിയെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പഞ്ചസാരയെല്ലാം ഉരുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് കാരമലൈസ് ചെയ്തെടുക്കണം. അതായത് ഇതിൻ്റെ കളറ് നന്നായിട്ട് ഡാർക്കായിട്ട് വരണം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിയാൽ നിങ്ങൾ ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പഞ്ചസാര കരിയിച്ചെടുക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ കരിയിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു കയ്പ്പ് രസം വരരുത്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പ്ലം കേക്കിന് നല്ലൊരു ഫ്ലേവറും കിട്ടും, നല്ലൊരു കളർ കിട്ടാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഞാൻ എത്ര മിനിറ്റാണ് ഈ പഞ്ചസാര ഉരുകിയതിന് ശേഷം ഞാൻ മിക്സ് ചെയ്തത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിയതിന് ശേഷം, അതായത് പഞ്ചസാര ഉരുകിയിട്ട് ഈ ഒരു സ്റ്റേജ് എത്തിയില്ലേ, ഈ ഒരു സ്റ്റേജ് എത്തിയതിന് ശേഷം ഞാൻ കറക്റ്റ് 2 മിനിറ്റാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരുന്നത്. നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. വളരെ കുറഞ്ഞ തീയിൽ വെക്കാനായിട്ടും ശ്രദ്ധിക്കണം. പഞ്ചസാരയെല്ലാം ഉരുക്കി നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തിയാൽ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. തണുത്ത വെള്ളം, അതായത് നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. 1/2 കപ്പ് അളവിൽ ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ചെയ്തു വെച്ച ഷുഗർ സിറപ്പ് നമുക്ക് 2 പാർട്ടാക്കി മാറ്റണം. അതായത് ഒരു 1/4 ഭാഗത്തോളം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അത് നമ്മുടെ കേക്കിൻ്റെ മിക്സിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരല്പം നമുക്ക് ആ പാനിൽ തന്നെ വെക്കാം. എന്നിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ ചെറി എടുത്തിട്ടുണ്ട്. 100 ഗ്രാം അളവിൽ ചെറിയും, അതേപോലെ തന്നെ ഒരു 60 ഗ്രാം അളവിൽ കറുത്ത മുന്തിരിയും, കുറച്ച് നട്ട്സും, പിന്നെ മിക്സ്ഡ് ഡ്രൈ ഫ്രൂട്ട്സും കടയിൽ നിന്ന് മേടിച്ചതാണ്. അതും ഒരു 100 ഗ്രാം അളവിലുണ്ട്. അതും കൂടി നമുക്ക് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. പക്ഷേ നമ്മളിങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ല എന്നൊക്കെ കരുതിയിട്ട് ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല. വളരെ രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾ ഒരു തവണയിലും ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെയുള്ള പ്ലം കേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഇഷ്ടമായിട്ടുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് നമ്മുടെ നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. നട്ട്സ് ആയിട്ട് ഒരല്പം ബദാമും കാഷ്യൂസും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് എടുക്കാം. മുന്തിരിയും ചെറിയും പിന്നെ നട്ട്സും മാത്രമായിട്ട് എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ശേഷം നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 6 ഗ്രാമ്പൂവും, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് 2-3 പീസ് പട്ടയും, ഒരു ഏലക്കായും, പിന്നെ ജാതിക്ക കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും സ്പൈസസിൻ്റെ പൊടികൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വല്ലപ്പോഴും ഇപ്പോൾ ഹോം ബേക്കർ അല്ലാത്തവരുടെ കയ്യിലൊന്നും ഇതിൻ്റെ പൗഡർ ഒന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് എല്ലാവരുടെ വീട്ടിൽ ഇങ്ങനെ മൊത്തമായിട്ടുള്ള സ്പൈസസ് ആവും ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ പഞ്ചസാര പൊടിക്കുമ്പോൾ അതിന് കൂടെ ഇട്ടിട്ട് പൊടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് ജാതിക്കയാണ്. അതൊരല്പം മതി. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പൗഡർ ആക്കിയിട്ട് വരാം. ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് അളവിൽ മൈദ നമുക്ക് വേണം. അതായത് മൊത്തം 1.5 കപ്പ് ഫ്ലോറാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൽ 1/2 കപ്പിൽ 1.5 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 1/2 കപ്പ് മൈദയിൽ നിന്ന് 1.5 ടേബിൾ സ്പൂണ് മൈദ മാറ്റിയതിന് ശേഷം ആ ഭാഗത്തേക്ക് നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല, ബേക്കിംഗ് പൗഡർ മാത്രം മതി. കാരണം ഇതിൻ്റെ ടെക്സ്ചർ അങ്ങനെയാണ്. നമ്മൾ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കേക്കിൻ്റെ ടെക്സ്ചർ മാറിപ്പോകും. അപ്പോൾ പ്ലം കേക്കിൻ്റെ ഒരു ടെക്സ്ചറിന് നമ്മൾ ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പട്ട, ഗ്രാമ്പു അതൊക്കെ പൊടിച്ചതുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് അരിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 2-3 തവണ നിങ്ങളൊന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഫ്ലോറെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് 2 ടീസ്പൂൺ അളവിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 4 മുട്ട എടുക്കാം. ഇത് 4 ചെറിയ മുട്ടയാണ്, അപ്പോൾ അതുകൊണ്ടാണ് 4 എണ്ണം എടുത്തിട്ടുള്ളത്. വലിയ സൈസിലുള്ള മുട്ടയൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു 3 എണ്ണം എടുത്താൽ മതിയാകും. അതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടും. ഇതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് 1/2 കപ്പ് അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. പക്ഷേ പേഴ്സണലി ഇതിലേക്ക് ബട്ടർ ചേർക്കുന്നതാണ് നല്ലത്. 100 ഗ്രാം അളവിൽ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തതാണിത്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ വേണമെങ്കിൽ ബട്ടർ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. രണ്ടും മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. 1/4 കപ്പ് അളവിൽ ബട്ടറും 1/4 കപ്പ് അളവിൽ ഓയിലും അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കാരമൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കാരമലിൻ്റെ ചൂട് മുഴുവനായിട്ട് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഞാൻ എല്ലാ കേക്ക് റെസിപ്പിയിലും പറയുന്ന പോലെ എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇപ്പോൾ ബട്ടർ നമ്മൾ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഒരു ചെറിയ ചൂടുണ്ടാവുമല്ലോ, അത് ചൂട് കഴിയുന്നതിന് മുമ്പ് തന്നെ ചേർത്ത് കൊടുക്കരുത്. ചൂടൊക്കെ മാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മുട്ടയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. അതാണ് നമ്മളിങ്ങനെ കാരമലാക്കി എടുത്താലുള്ള ബെനിഫിറ്റ്. നല്ലൊരു കളറും കിട്ടും, നല്ലൊരു ഫ്ലേവറും കിട്ടും. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും കട്ട പിടിച്ചിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇളക്കി മാറ്റണം. അതായത് ബീറ്റർ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി മാറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പൊങ്ങി വരാൻ അതൊരു തടസ്സമാകും. അപ്പോൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വീണ്ടും ഫ്ലോർ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം, ബീറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അവസാനം സ്പാച്ചിൽ വെച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അത് പോകാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതേപോലെ നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഓയിലും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെക്കുന്നത് നല്ലതാണ്, കാരണം ഈ പ്ലം കേക്ക് ബേക്ക് ചെയ്യാൻ 1 മണിക്കൂർ എടുക്കും. അപ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ടാപ്പ് ചെയ്തിട്ട് അതിൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയാം. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ 1 മണിക്കൂറാണ് നമ്മുടെ ഈ കേക്ക് ബേക്ക് ആവാനെടുത്ത ടൈം. 1 മണിക്കൂറും 2 മിനിറ്റും ആണ് ഈ കേക്ക് ബേക്ക് ചെയ്യാനെടുത്ത കറക്റ്റ് ടൈം. ഇതിന് മുകളിൽ ഒരല്പം നട്ട്സും അതുപോലെ തന്നെ കറുത്ത മുന്തിരി കൂടി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 മണിക്കൂറും 2 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഞാനിത് ഡീമോൾഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ചൂടെല്ലാം മാറിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിവശം ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമ്മളിത് ഇന്ന് കട്ട് ചെയ്യുന്നില്ല, ഇന്ന് എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് പ്ലം കേക്കിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഉടനെ തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല. അപ്പം ഞാനിതിൻ്റെ വെയിറ്റ് കാണിച്ചു തരാം. 869 ഗ്രാമാണ് നമ്മുടെ കേക്കിൻ്റെ വെയിറ്റ് വന്നിട്ട്. ഏകദേശം ഒരു 3/4 കിലോ വെയിറ്റ് ഉണ്ട് നമ്മുടെ ഈ ഒരു കേക്കിന്. ഇനി അടുത്തതായിട്ട് നമുക്കൊരല്പം മുന്തിരിൻ്റെ ജ്യൂസ് എടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലുള്ള ബോട്ടിലിൽ വരുന്ന ഗ്രേപ്പ് വൈൻ എടുത്തിട്ടുണ്ട്. അത് ആൽക്കഹോൾ ഫ്രീ ആണിത്. ഇത് നമുക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ മുന്തിരി ജ്യൂസ് ചെയ്തെടുത്തിട്ട് അതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ കേക്കിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പറിൽ കവർ ചെയ്തിട്ട് ഞാൻ വെക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പിറ്റേ ദിവസം ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇത് കഴിച്ചാൽ മതി. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു വൈൻ ഉണ്ടായതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തു, ഇത് ബ്രഷ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. ഇനി നമുക്ക് പിറ്റേ ദിവസം ഇത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. ഞാൻ ഈവനിങ് ആണ് കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിറ്റേ ദിവസം രാവിലെ ഒരു 11 മണിക്കാണ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. പക്ക നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഒരു സ്മെല്ല് നമുക്ക് വരുന്നുണ്ട്. ആ കളറും ഏകദേശം എലൈറ്റ് പ്ലം കേക്കിൻ്റെ ആ ഒരു കളറും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കോക്കോ പൗഡർ ചേർക്കുന്നത് ആരെങ്കിലും ചേർക്കുമോ എന്നറിയില്ല. പക്ഷേ നിങ്ങൾ ഉറപ്പായിട്ടും ഫ്രണ്ട്സ് നിങ്ങളിത് ചേർത്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് കൊക്കോ പൗഡർ ചേർക്കുന്നു എന്ന് കരുതിയിട്ട് ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറും നമ്മുടെ കേക്കിൽ വരുന്നില്ല. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം എത്രമാത്രം സോഫ്റ്റ് ആണെന്നും. അതിൻ്റെ ടെക്സ്ചർ തന്നെ കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പ്ലം കേക്കിൻ്റെ അതേ ടെക്സ്ചറായിട്ടും കിട്ടുന്നുണ്ട്. സോ ഹാപ്പി ഇത് കണ്ടപ്പോൾ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഞാൻ പറഞ്ഞ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്